ആസ് എൻ അപ്പാർട്ട്മെൻറ്റ് ഡ്യൂ ടു ദ സ്പേസ് കൺസ്ട്രെയിൻസ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷൂ ക്യാബിനറ്റ് കം ഫോയർ കൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോളത്തിൻ്റെ പോക്കറ്റ് ഡിപ്രഷനിലാണ് നമ്മൾ നമ്മുടെ ഈ പൂജ യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ഇവിടെ ആംബിയൻസ് കംപ്ലീറ്റ്ലി ഇൻവൈവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏരിയ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ഒരു പ്രോപ്പർ സെൻറ്റർ ടേബിൾ എന്നുള്ളൊരു കൺവെൻഷണൽ ഐഡിയ നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഹാൻഡ് വാഷ് കൗണ്ടേഴ്സ് നമ്മൾ എപ്പോഴും കുറച്ച് സെക്ലൂഡഡ് ആയിട്ടായിരിക്കും വെക്കുക. വി വിൽ നോട്ട് പ്രസൻറ്റ് ഇറ്റ് റൈറ്റ് ആസ് എ പാർട്ട് ഓഫ് ഇൻഫോർമൽ ലിവിങ് ഓർ ഫോർമൽ ലിവിങ്. കയറി വരുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ബെഡ് സൈഡ്സ് ഒക്കെ നമ്മൾ ബെഡിൻ്റെ സൈഡിൽ കൊടുക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ എടുത്തിട്ട് പോകേണ്ട കുറച്ച് ഗോ ഗ്രാബ് സ്റ്റഫ്സ് ഉണ്ടാവുമല്ലോ, ലൈക്ക് യുവർ ബാഗ്സ്, മേ ബി യുവർ കീസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് സ്പ്രേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഗിവൻ എ കൺസോൾ ടേബിൾ നമുക്ക് ആക്സസ് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ ഷട്ടേഴ്സ്. സോ അതുകൊണ്ട് വാട്ട് ഐവ് ഡൺ ഹിയർ ഇസ്, കുട്ടികളായതുകൊണ്ട് നാച്ചുറലി കുറച്ച് റഫ്യൂസും കളിയും പിടിയൊക്കെ വരുന്നത് കൊണ്ട് സ്പേസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതിനെ എഡ്ജസ് കർവ് ചെയ്തിട്ടാണ് ഒരു സേഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത്, ബിക്കോസ് വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 2 ഡ്രോയേഴ്സും കൊടുത്ത് അത്യാവശ്യം ഫങ്ഷണലായിട്ട് സേഫായിട്ട്. ഹായ് ഹലോ, ഞാൻ റീനു എൽസ എബ്രഹാം ഫ്രം റിയാറ്റ് ഇൻറ്റീരിയർ ഡിസൈൻസ്. വെൽക്കം ടു റിയാറ്റ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻറ്റീരിയർ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിലേക്കാണ്. ഫേവറേറ്റ് ഹോംസ് മേപ്പിൾ ബേ അറ്റ് മണ്ണന്തല. സോ ഇവിടെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഇസ്. സോ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ആസ് എൻ അപ്പാർട്ട്മെൻറ്റ് ഡ്യൂ ടു ദ സ്പേസ് കൺസ്ട്രെയിൻസ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷൂ ക്യാബിനറ്റ് കം ഫോയർ കൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് എൻട്രൻസിൽ നമുക്ക് എടുത്തിട്ട് പോകാനുള്ള നമ്മുടെ ഷൂസ്, പിന്നെ കീ ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് നമ്മൾ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ പാനലൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ആൻഡ് വെരി അഡ്ജസ്റ്റൻ ടു ഇറ്റ്, വി സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ആ TV ക്യാബിനറ്റ്. TV നമ്മൾ യൂഷ്വലി നമ്മൾ എല്ലാവരും ഒന്നെങ്കിലും ഒരു ബോക്സിനകത്താക്കിയായിരിക്കും ചെയ്യുക. പക്ഷേ ഹിയർ ഇൻ ഓർഡർ ടു ലുക്ക്, അതായത് നമ്മൾ കുറച്ചൊരു വാസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് we have completely given the wall, covered the wall in mega panels so that നമുക്ക് എത്ര ലാർജ് സൈസുള്ള TV വേണമെങ്കിലും വയ്ക്കാം. സോ ആസ് യു സീ അതിന് 2 ബോർഡേഴ്സ് ആയിട്ട്, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ഷൂ ക്യാബിനറ്റും റൈറ്റ് കോർണറിൽ നമ്മളൊരു ഡിസ്പ്ലേ യൂണിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഡിസ്പ്ലേ യൂണിറ്റ് ഇസ് ആക്ടിങ് ആസ് ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു പൂജ യൂണിറ്റിലേക്കാണ് ഇത് വരുന്നത്. എക്സ്പാൻഡഡ് TV യൂണിറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ പൂജ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഈ പൂജ യൂണിറ്റ് ആക്ച്വലി ഇവിടെ പ്ലേസ് ചെയ്യുന്നത് ബേസിക്കലി ഇതിൻ്റെ ഡയറക്ഷനും ഓൾസോ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് എൻട്രൻസിൽ ഡയറക്റ്റ് കാണാൻ പറ്റുന്നതായിട്ടാണ് നമ്മൾ ഇതിനിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലൊരു വലിയ കോളം വരുന്നുണ്ട്. അപ്പോൾ ഈ കോളത്തിൻ്റെ പോക്കറ്റ് ഡിപ്രഷനിലാണ് നമ്മൾ നമ്മുടെ ഈ പൂജ യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. സോ ഒരു വിഷു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓസ്പിഷ്യസ് ആയിട്ടൊരു പരിപാടി നടക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റൈറ്റ് ബിലോ ഒരു സ്ലൈഡിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈഡിങ് ടേബിൾ നമുക്ക് നമ്മുടെ എക്സ്റ്റെൻഡഡ് കൗണ്ടർ ടോപ്പായിട്ട് ആക്ട് ചെയ്യും ഇപ്പോൾ പൂജ യൂണിറ്റ്. സ്പെഷ്യലി എന്തെങ്കിലും ഒരു പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴത്തേക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സാധനം. ആൻഡ് ആവശ്യം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് അടച്ചു വെച്ചാൽ നമ്മുടെ സ്പേസിനെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇനി ഈ പൂജ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള വിളക്ക്, അതേപോലത്തെ കുറച്ച് സ്റ്റോറേജ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ബിലോ നമ്മളത് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്ര ഹൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്, ഫുൾ ക്ലിയർ ആയിട്ട്. ആൻഡ് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ റൈറ്റ് താഴെ തന്നെ നമ്മൾ ആ സ്റ്റോറേജിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോർണറിനകത്തൂടെ. സോ ദാറ്റ് ആ കോർണറിൻ്റെ അവിടെ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്താൽ നമുക്ക് ഈ സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അവിടെ ഫുൾ ക്ലിയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്പേസ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്താണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് എ ഫോർമൽ ലിവിങ് ഏരിയ. അപ്പോൾ ഫോർമൽ ലിവിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ TVയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് വി ഗിവൺ എ റിക്ലൈനർ സെറ്റ് ഹിയർ, റിക്ലൈനർ സോഫ സെറ്റ്. റിക്ലൈനർ സോഫ സെറ്റ് ആയതുകൊണ്ട് വി ഹാവ് നോട്ട് ഗിവൺ എ സെൻറ്റർ ടേബിൾ. ഈ റിക്ലൈനർ സോഫാസിനെ ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോർണർ ഡീറ്റെയിലിംഗ് അവിടെ കൊടുത്തിരിക്കുന്നത് യൂസിങ് ഫ്ലൂട്ടഡ് പാനൽസ്. തോംസൻ്റെ ഫ്ലൂട്ടഡ് പാനൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വി ഡിഡ് നോട്ട് വോണ്ട് ടു ഗിവ് എ ഫോൾ സീലിംഗ് ബിക്കോസ് ഫോൾ സീലിംഗ് ജനറലി നമ്മുടെ എൻറ്റയർ ഹൈറ്റിനെ സ്ക്വീസ് ചെയ്ത് ചെറുതാക്കി കളയും. സോ വിച്ച് ഈസ് വൈ നമ്മൾ ട്രൂ സീലിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റിംഗ് ഇത്രയും കൊടുത്തിരിക്കുന്നത്. വി ഹാവ് ഗിവൻ LED സ്ട്രിപ്പ് ലൈറ്റിംഗ് as well as scope lighting all on the true ceiling itself. Hence നമ്മുടെ സീലിംഗിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാൾസിൻ്റെ ഹൈറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഒന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പം പൂജ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫോക്കസ് ഓഫ് അറ്റൻഷൻ വരുന്നത് നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയുടെ ബാക്ക് വാളിൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട, പക്ഷേ വി നീഡ് ടു ആഡ് എൻ എലിമെൻറ്റ്. അതുകൊണ്ട് നമ്മളുടെ മോൾഡിങ്സിനകത്ത് വാൾ പേപ്പർ വെച്ച് ഫിനിഷ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് വാളിനെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. Adjacent to it we have a crockery unit which acts as a partition unit for the kitchen and the dining area. This acts as a buffet hutch as well. ഇതിന് നമ്മൾ വുഡൻ ബാക്ക്ഡ്രോപ്പിൽ വുഡൻ കാർക്കസിൽ അലുമിനിയത്തിൻ്റെ ഷട്ടേഴ്സ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ആഫ്റ്റർ ദി ഡൈനിങ് ഏരിയ വി ഹാവ് ദ ഇൻഫോർമൽ ലിവിംഗ് ഏരിയ. ഡൈനിങ് ഏരിയ ആക്ട്സ് ആസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദി ഫോർമൽ ആൻഡ് ദി ഇൻഫോർമൽ ലിവിംഗ് ഏരിയ. സോ ഇൻ ദി ഇൻഫോർമൽ ലിവിംഗ് ഏരിയ വാട്ട് വി ഹവ് ഡൺ ഇസ് നമ്മൾ ഇതിനെ പ്രോപ്പർ ലോഞ്ചിങ് സെറ്റപ്പിൽ നമ്മളൊരു ലോഞ്ച് സോഫ ഇട്ടിട്ടാണ് അധികം ആഡംബരമൊന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ദേ വോണ്ട് ടു റിലാക്സ് ഹിയർ ആൻഡ് റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ് വി ഹാവ് അവർ ബാൽക്കണി ആസ് വെൽ. സോ അതിൻ്റെയും കൂടെ ആംബിയൻസ് കംപ്ലീറ്റ്ലി ഇൻവൈവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏരിയ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ഒരു പ്രോപ്പർ സെൻറ്റർ ടേബിൾ എന്നുള്ളൊരു കൺവെൻഷണൽ ഐഡിയ നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഓട്ടമൻ ചെസ്റ്റ് ഫീൽ പാറ്റേണിൽ അത്യാവശ്യം സ്റ്റേഡി ആയിട്ട് ഫിനിഷ് ചെയ്താണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. സോ ദി യൂസ് ഓഫ് ദിസ് ഇസ് ലൈക്ക് നമുക്കിതിന് സെൻറ്റർ ടേബിളായിട്ടും ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ഫുഡ് സ്റ്റൂളായിട്ടും ഇത് ആക്ട് ചെയ്യും. നമ്മുടെ ഇൻഫോർമൽ ഏരിയനെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹവ് ഗിവൻ അനദർ സീറ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫോട്ടോ വാൾ. ഇതിനെ കുറച്ച് പേഴ്സണലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ റീഫർബിഷ്ഡ് ഫർണിച്ചർ. ഇത് ഇവരുടെ പഴയ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു അരിപ്പറ്റി ആയിരുന്നു. നമ്മൾ അതിനെ റീഫർബിഷ് ചെയ്ത് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആസ് വെൽ ആസ് എ സീറ്റിംഗ് ആയിട്ട് നമ്മുടെ ഇൻഫോർമൽ ഏരിയയ്ക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ, എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇൻഫോർമലായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സീറ്റിംഗ് ആയിട്ട് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് അത്യാവശ്യം ആവിഡ് റീഡേഴ്സ് ആണ്. സോ അവർ ഇൻഫോർമൽ ലോഞ്ചിങ് ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു ബുക്ക് ഷെൽഫാണ്. സോ വി ഡിഡ് നോട്ട് വോണ്ട് ടു ഗിവ് എ കൺവെൻഷണൽ ഒരു ബുക്ക് ഷെൽഫ് ഒരു ഷെൽഫ് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വി ഹാവ് ഇൻകോർപ്പറേറ്റഡ് ഇറ്റ് ഇൻ ടു ആസ് എ വാൾ യൂണിറ്റ്. ഇത് നമ്മൾ നമ്മുടെ ഈ വാൾ കളർ അവിടെ ക്യാമോഫ്ലാഷ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ചെറിയൊരു ബുക്സിൻ്റെ തന്നെ സൈസിൽ വരുന്ന ഒരു സെവറൽ എന്താ പറയുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാൾ യൂണിറ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബാൽക്കണിയുടെ വാള് ഇൻഫാക്ട് എൻറ്റയർ വാള് അവരുടെ ഓപ്പണിംഗ് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് വി ഡിഡ് നോട്ട് വോണ്ട് ടു ഗിവ് ഒരു നോർമൽ ഹൈറ്റിൽ നിന്ന് കർട്ടൻ. അതുകൊണ്ട് തന്നെ നമ്മൾ സീലിംഗിൽ നിന്ന് തന്നെയാണ് നമ്മൾ കർട്ടൻസ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. സോ ടു ഒരു എലിമെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി ഫിനിഷ്ഡ് ഇറ്റ് വിത്ത് ഇസ് ഒരു പെൽമെറ്റ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ cove lighting കൊടുത്തിട്ടുണ്ട്. So this entire wall is actually a curtain wall and that adds to the effect for ഒരു ഇൻഫോർമൽ ലോഞ്ചിങ് സ്പേസിന്. നമ്മുടെ ഇൻഫോർമൽ ഏരിയനെ ഡയറക്റ്റ് ഫേസ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ വാഷ് കൗണ്ടർ യൂണിറ്റ് വന്നിരുന്നത്. സോ നമ്മൾ പൊതുവേ വാഷ് കൗണ്ടേഴ്സ് എപ്പോഴും ഹാൻഡ് വാഷ് കൗണ്ടേഴ്സ് നമ്മൾ എപ്പോഴും കുറച്ച് സെക്ലൂഡഡ് ആയിട്ടായിരിക്കും വെക്കുക. വി വിൽ നോട്ട് പ്രസൻറ്റ് ഇറ്റ് റൈറ്റ് ആസ് എ പാർട്ട് ഓഫ് informal living or a formal living. So it was a need that we had to present it in aesthetic ഒരു appearance, which is why ഇതിനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിതൊരു കൺവെൻഷണൽ ഒരു വാഷ് കൗണ്ടർ അല്ല. Rather we have added a lot of elements like tile, mega panels, backlight mirror, long pattern ഉള്ള ഒരു മിറർ ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ താഴെ ഒരു പെബിൾ കൗണ്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പെബിൾ യൂണിറ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. This is the master bedroom of our apartment. So കയറി വരുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ബെഡ് സൈഡ്സ് ഒക്കെ നമ്മൾ ബെഡിൻ്റെ സൈഡിൽ കൊടുക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ എടുത്തിട്ട് പോകേണ്ട കുറച്ച് ഗോ ഗ്രാബ് സ്റ്റഫ്സ് ഉണ്ടാവുമല്ലോ, ലൈക്ക് യുവർ ബാഗ്സ്, മേ ബി യുവർ കീസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് സ്പ്രേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഹവ് ഗിവൻ എ കൺസോൾ ടേബിൾ റൈറ്റ് അഡ്ജസ്റ്റൻറ്റ് ടു ദി എൻട്രൻസ് ഡോർ. ഇതിന് നമ്മൾ ഓപ്പണിങ് ആക്ച്വലി ഈ സ്പേസിൽ നമുക്കൊരു വലിയൊരു ഡ്രോയർ യൂണിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പണബിൾ ഷട്ടേഴ്സ് ആയിട്ടോ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്കിവിടെ മൂവ് അറൗണ്ട് ചെയ്യണം. വിച്ച് ഇസ് വൈ നമ്മൾ ആക്ച്വലി ഇങ്ങനെ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ദിസ്. പെട്ടെന്ന് എടുത്തിട്ട് പോകേണ്ട ബാഗ്സ്, നമ്മുടെ പേഴ്സസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോകാം. പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കൂടി ഡംപ് ചെയ്യണമെങ്കിലും ഫോൺ ചാർജ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്കിവിടെ ചെയ്യാം.
നെക്സ്റ്റ് നമുക്ക് ആക്ച്വലി ഈ റൂമിൽ ഒരു ഡ്രസ്സർ യൂണിറ്റിൻ്റെ അപ്പുറത്തായിട്ട് വി ഹാഡ് ടു ഗിവ് എ ഫുൾ ലെങ്ത് മിറർ. ഇപ്പോൾ ഫുൾ ലെങ്ത് മിറർ നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് ജനറലി വാർഡ്രോബ്സിലാണ്. പക്ഷേ വാർഡ്രോബ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബെഡാണ് വരുന്നത്. സോ വി വെറന്റ് ആക്ച്വലി ഓക്കെ വിത്ത് ഗിവിങ് ഒരു ഫുൾ ലെങ്ത് മിറർ സ്പെഷ്യലി ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് എ ബെഡ്. സോ വേറെ ഒരു സ്പേസും അല്ലെങ്കിൽ വേറൊരു പർട്ടിക്കുലർ വാളും നമുക്ക് ഇവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഹിയർ വി ഹാവ് ഗിവൻ ഇറ്റ് ഓൺ ദി ബാത്റൂം ഡോർ. അപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ ഡോറിൽ നമുക്കൊരു ഫുൾ ലെങ്ത് മിററും കിട്ടി. ആൻഡ് അഡ്ജസൻറ്റ് ടു ഇറ്റ് വി ഹവ് ഗിവൻ എ ഫോൾഡബിൾ യൂണിറ്റ്. ദിസ് ഇസ് മെയിൻലി ഫോർ അയണിങ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് തേച്ചിട്ട് നമുക്ക് പോവാം. സോ നമ്മുടെ വാർഡ്രോബിൻ്റെ പോക്കറ്റ് ഡിപ്രഷൻ നമുക്ക് ഇവിടെ ആയിരുന്നു അലോട്ട് ചെയ്ത് കിട്ടിയിരുന്നത്. സോ നമുക്ക് ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വി ഹാഡ് ടു ഇൻകോർപ്പറേറ്റ് എ ഡ്രസ്സിങ് യൂണിറ്റ്. പക്ഷേ നമുക്കിവിടെ സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ ഷട്ടേഴ്സ്. സോ അതുകൊണ്ട് വാട്ട് ഐ ഹവ് ഡൺ ഹിയർ ഇസ് നമ്മൾ ഇവിടെ ഇത്രയും ഒരു സ്പേസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റിനെ പെർപെൻഡിക്കുലറി ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് സാധാരണ നമ്മൾ എപ്പോഴും നമ്മുടെ ഡ്രോയേഴ്സ് നമ്മൾ ഇങ്ങോട്ടായിരിക്കും തുറന്നു വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഹിയർ വാട്ട് യു ഹവ് ഗിവൻ ഇസ് ഇങ്ങോട്ടാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇവിടുന്ന് ദിസ് വിൽ ആക്ച്വലി ആക്ട് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ, നമ്മുടെ എന്താ പറയുന്ന അത്യാവശ്യം എടുക്കേണ്ട ഹെയർ ഡ്രയേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് നമുക്ക് ഇങ്ങനെ നേരെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് വെച്ച് വർക്ക് ചെയ്ത് ഈ ടേബിൾ ടോപ്പിൽ വെച്ച് നമുക്ക് ഇതിനെ സെറ്റിൽ ചെയ്ത് ഇരുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മിറർ പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി ഷട്ടേഴ്സ് ഹിയർ. സോ ഈ ഒരു നമ്മുടെ വാർഡ്രോബിൻ്റെ യൂണിറ്റ് നമുക്ക് നാച്ചുറലി 3 ഡിവിഷൻസ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വി നീഡഡ് മോർ ഓപ്പണിംഗ് ഫോർ ആസ് ഇൻ നമ്മുടെ ഡ്രോയർ യൂണിറ്റ്സ് ഒക്കെ കൊടുക്കാൻ നമുക്ക് കുറച്ചും കൂടെ സൈസ് വേണമായിരുന്നു. സോ വാട്ട് വി ഹവ് ഡൺ ഹിയർ ഇസ് നമുക്ക് ചെറിയൊരു പോക്കറ്റ് ഇവിടെ ഒരു ഓപ്പണബിൾ ഷട്ടറായിട്ടും rest of it നമ്മൾ സ്ലൈഡിംഗ് ഡോർസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ വെൻ യു ഓപ്പൺ ദിസ് സ്ലൈഡിംഗ് ആൻഡ് വെൻ യു ഓപ്പൺ ദിസ് ഓപ്പണബിൾ ഷട്ടർ യുവർ ഇൻസൈഡ് അലോട്ട്മെൻറ്റ് is so wide enough. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ഇട്ടിട്ട് വന്ന് നമ്മുടെ ക്ലോത്ത്സ് വെക്കാനും ഇവിടെ ബാക്കി നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഡ്രോയർ യൂണിറ്റ്സ് സൈസ് കോംപ്രമൈസ് ചെയ്യാതെയും ഡിസൈനിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാർഡ്രോബ് യൂണിറ്റ് നമ്മൾ സീലിംഗ് വരെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് വിത്ത് ഓവർഹെഡ് സ്റ്റോറേജ് ഇസ് വെൽ നമുക്ക് അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ബാൽക്കണി യൂണിറ്റിലേക്കുള്ള കർട്ടൻ നമ്മൾ അതേപോലെ തന്നെ സീലിംഗിൻ്റെ ഹൈറ്റിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് വി ഡി നോട്ട് വാണ്ട് ടു ബ്രേക്ക് ദ height of the wall. Okay, and next നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓൺ ദി അതർ സൈഡ് ടു മാനേജ് ദ സ്പേസ് as well നമ്മളിവിടെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾ വിത്ത് ബ്ലാക്ക് ഔട്ട് ബേസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഉറങ്ങുമ്പോൾ നമുക്ക് ഡാർക്കായിട്ട് ഉറങ്ങാം at any time of the day. This is the child's bedroom. So naturally കുറച്ച് ഡ്രാമയൊക്കെ വേണം. അതുകൊണ്ട് we here opted for a lavender മിക്സ്ഡ് വിത്ത് എ പേർപ്പിൾ കളർ. അങ്ങനത്തെ ഒരു പാറ്റേണാണ് നമ്മളിവിടെ കംപ്ലീറ്റ്ലി പോയിരിക്കുന്നത്. ആസ് യു കെൻ സി നമ്മുടെ ലാർജസ്റ്റ് വാള് നമ്മളിങ്ങനെ മോൾഡിംഗ് ഒക്കെ കൊടുത്ത് കോൺട്രാസ്റ്റ് വാൾപേപ്പേഴ്സിൽ കുറച്ച് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലറി പാറ്റേണിലാണ് നമ്മൾ വാൾപേപ്പറൊക്കെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആസ് യു കെൻ സി ആളുടെ കുറേ ഫോട്ടോസൊക്കെ വെച്ച് ഒരു ഫോട്ടോ വാളായിട്ടും കംപ്ലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് there is this ഫ്ലോട്ടിംഗ് സ്റ്റഡി യൂണിറ്റ് ദറ്റ് വി ഹവ് ഗിവൻ ഹിയർ. ഇതും നമ്മുടെ ഈ കളർ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. സോ നമ്മൾ കുട്ടികളായതുകൊണ്ട് നാച്ചുറലി കുറച്ച് റഫ്യൂസും കളിയും പിടിയൊക്കെ വരുന്നത് കൊണ്ട് സ്പേസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതിനെ എഡ്ജസ് കർവ് ചെയ്തിട്ടാണ് ഒരു സേഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഡ്രോയേഴ്സും കൊടുത്ത് അത്യാവശ്യം ഫങ്ഷണലായിട്ട് സേഫായിട്ട് മുകളിൽ നമുക്ക് ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇവിടെ പോകും. ഇവിടെ ഇരുന്ന് നമുക്ക് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യും. വിത്ത് ഗിവൺ എ ലൈറ്റിംഗ് ആസ് വെൽ. നമ്മൾ ചൈൽഡിൻ്റെ റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വെരി സിമ്പിളായിട്ടാണ് നമ്മുടെ ഓപ്പണിങ്സ് ക്ലോസ് ചെയ്ത് വിട്ടിരിക്കുന്നത് യൂസിങ് റോമൻ ബ്ലൈൻഡ്സ്. വിത്ത് നോട്ട് ഗിവൺ ഹെവി ഫാബ്രിക് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് റോമൻ ബ്ലൈൻഡ്സ് വെച്ച് അത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് നമ്മൾ കൊടുത്തു വിട്ടിരിക്കുന്നത്. ആസ് യു കെൻ സി നമ്മുടെ മെയിൻ ബെഡിങ് വരുന്നത് എവിടെയാണ്. ബെഡിന് നമ്മളൊരു വാൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് മച്ച് അപ്പോൾസ്ട്രി ബിക്കോസ് ഇറ്റ്സ് എ ചൈൽഡ്സ് ബെഡ്. ദിസ് ബെഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹൈഡ്രോളിക് അണ്ടർ ക്യാബിനറ്റ് സ്റ്റോറേജ് വെച്ചിട്ടാണ്. സോ as you lift there is storage below. സ്പെഷ്യലി നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ മെയിൻലി വേണ്ടത് ആമ്പിൾ സ്റ്റോറേജ് ആണല്ലോ. Now ബെഡ് സൈഡ് നമ്മൾ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ദി അതർ സൈഡ് വി ഹവ് ഇൻറ്റഗ്രേറ്റഡ് എ ഡ്രസ്സിംഗ് യൂണിറ്റ് ടു എ വാർഡ്രോബ് യൂണിറ്റ്. അപ്പോൾ ഈ 2 വാർഡ്രോബിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ മെയിൻ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്, which will not disturb
ഈ പറയുന്ന ഡ്രസ്സിങ് യൂണിറ്റ് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ടു ദി സ്റ്റഡി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഡയറക്ഷൻ ഓഫ് അപ്പിയറൻസ് ഓപ്പോസിറ്റ് വരും. സോ ഒരു അറ്റൻഷനും ഡൈവേർട്ടായി പോവില്ല. പഠിക്കാനുള്ളപ്പോൾ പഠിക്കാം, ഡ്രസ്സ് ചെയ്യാനുള്ളപ്പോൾ ഡ്രസ്സ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദി ഫൈനൽ ബെഡ്റൂം, ദി ഗസ്റ്റ് ബെഡ്റൂം. സോ ആസ് യു കെൻ സി നമ്മൾ ബാക്കി 2 ബെഡ്റൂംസിലും കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്താണ് നമ്മുടെ കളർ സ്കീമും ലേഔട്ടൊക്കെ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരു ജനറൽ ഒരു ടൈംലെസ് ആയിട്ടുള്ള കളറിന് വേണ്ടിയിട്ട് നമ്മൾ വെരി സോഫ്റ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് ബീച്ച് കോമ്പിനേഷൻസിലാണ് നമ്മൾ ഈ റൂം ചെയ്തിരിക്കുന്നത്. ആൻഡ് മെജോറിറ്റി ഓഫ് ദി സ്റ്റോറേജ്, അതായത് അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സിൻ്റെയും സ്റ്റോറേജ് നമ്മളിവിടെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. So one full wall we have dedicated it to storage, given 1 2 3 4 5 6 7 shutter spaces. താഴെ നമ്മൾ റെഗുലർ സൈസസിൽ ബ്രേക്ക് ചെയ്ത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് ഡ്രോയർ യൂണിറ്റ്സും ആംപിളായിട്ട് സ്പേസ് സ്റ്റോറേജിന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സ്പേസിൽ ഗസ്റ്റ് ബെഡ്റൂം ആയതുകൊണ്ട് നമുക്ക് ഈ വാളിൽ ദ തിങ് വാസ് ഇവിടെ ദർ വാസ് എ കോളം കമ്മിങ് ഇൻ ഇടയ്ക്ക് വെച്ച് കട്ടായി പോകുന്നുണ്ടായിരുന്നു. സോ ഈ കോളത്തിനെ നമുക്ക് ഫ്ലഷ്ഡ് ഔട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി ഹാവ് ടേക്കൺ ദ വാൾ ഇൻ ടു ഫ്രണ്ട് ആൻഡ് നമ്മളതിനെ വാൾ പേപ്പറും നമ്മുടെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡ് പ്രൊഫൈലും വെച്ച് ഫിനിഷ് ചെയ്തിട്ട് ഒരു ബാക്ക് വാൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. To enjoy the perks of having your apartment on an 11th floor, നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗിലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു ബാൽക്കണിക്ക്. സോ വാട്ട് വി ഹവ് ഡൺ ഇസ് വി ഹവ് ഫിനിഷ് ദ വാൾസ് വിത്ത് പ്രോപ്പർ ഔട്ട്സൈഡ് ടെക്സ്ചേഴ്സ് ആൻഡ് നമ്മൾ സീലിംഗ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വുഡൻ ബോക്സ് സീലിംഗിലാണ്. ആൻഡ് ദിസ് എലിമെൻറ്റ് ആസ് എ ബാക്ക് ഡ്രോപ്പ് വാസ് മെയിൻലി ഗിവൺ ബിക്കോസ് ദിസ് വാസ് ഗിവൺ ടു ക്ലോസ് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഒരു ഷാഫ്റ്റിൻ്റെ ഒരു ഡക്റ്റിൻ്റെ ഒരു കേസിൻ്റെ ഷട്ടർ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എലിമെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ബാൽക്കണീസിൽ മെയിൻ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ് അറ്റാക്സ് അല്ലെങ്കിൽ ലാർജ് ഇൻസെക്ട്സ് ഒക്കെ കയറുന്നതാണ്. സോ ടു അവോയ്ഡ് ദാറ്റ് നമ്മുടെ ബാൽക്കണിയിൽ ഹിയർ വി ഹവ് ഗിവൻ ഇൻവിസിബിൾ ഗ്രിൽസ് സോ ദാറ്റ് യു ക്യാൻ എൻജോയ് എ ബാൽക്കണി സ്പേസ് വിത്തൗട്ട് മച്ച് unnecessary harmful encounters.